മനേഷ് മൂർത്തി കൂടി ചെയ്യുന്നത്. മനേഷ് മൂർത്തി നിൽക്കുന്നത് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലാണ് നിൽക്കുന്നത്. മനേഷ്, മേപ്പാടി ഈ വേദനയുടെ ഒരു പോയിന്റാണ്. എല്ലാ മൃതദേഹങ്ങളും എത്തിയത് അങ്ങോട്ടേക്കാണ്. ഇന്നിപ്പോൾ എത്ര മൃതദേഹങ്ങളാണ് മേപ്പാടിയിലേക്ക് എത്തിയത് മനേഷ്? അശ്മി, തീർച്ചയായും മുണ്ടക്കൈ കഴിഞ്ഞാൽ ഏറ്റവും ദുരിതം അല്ലെങ്കിൽ ഒരു ദുരന്തമായി തന്നെ കാണേണ്ട ആശുപത്രിയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത്. ഏറ്റവും അധികം ആളുകളെ അത് നിലമ്പൂരിൽ നിന്നാണെങ്കിലും ശരി, മേപ്പാടി മുണ്ടക്കയിൽ നിന്നാണെങ്കിലും ശരി, ഇവിടേക്ക് മൃതദേഹങ്ങളായും ശരീരഭാഗങ്ങളായും ഒക്കെ കൊണ്ടുവരുന്നത് ഇവിടേക്കാണ്. ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 8 മൃതദേഹങ്ങളാണ് ഇവിടേക്ക് ഇന്നിപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കണക്കുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. 8 മൃതദേഹങ്ങൾ, ആകെ 142 ഇവിടെ എത്തിയ, അത് മുണ്ടക്കൈ പ്രദേശത്ത് നിന്നും ഇവിടെ എത്തിച്ച മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 142. അതിൽ 108 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 19 ശരീരഭാഗങ്ങൾ. ഇന്നിപ്പോൾ ഇതുവരെ വന്നതെല്ലാം തന്നെ മൃതദേഹങ്ങളാണ്. ശരീരഭാഗങ്ങളൊന്നും തന്നെ മുണ്ടക്കൈയിൽ നിന്ന് വന്നിട്ടില്ല. അല്പസമയം മുമ്പ് മറ്റൊരു ആംബുലൻസ് ഇവിടേക്ക് വന്നിരുന്നു. അത് മൃതദേഹമാണോ അല്ലെങ്കിൽ ശരീരഭാഗമാണോ എന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിവായി വരുന്നതേ ഉള്ളൂ. ഇവിടെ തിരച്ചിൽ എന്തായാലും പൂർണ്ണമായും തന്നെ പൂർണ്ണ സ്വിങ്ങിൽ, അതായത് എല്ലാ അർത്ഥത്തിലുമുള്ള തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു വേഗം വളരെ കൂടുമെന്നുള്ളത് തർക്കം ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നിലമ്പൂരിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള മൃതദേഹങ്ങളുടെ കണക്കാണ്. അതിപ്പോൾ ഇവിടെയുണ്ട്. അത് 63 മൃതദേഹങ്ങളാണ് ഇതുവരെ ഇവിടെ, അതായത് നിലമ്പൂരിൽ ലഭിച്ച മൃതദേഹങ്ങളിൽ 63 മൃതദേഹങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ 33 പുരുഷന്മാരുണ്ട്, 26 സ്ത്രീകളാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളുണ്ട്. നിലമ്പൂരിൽ നിന്നാണ് ഏറ്റവും അധികം ശരീരഭാഗങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. 117 ശരീരഭാഗങ്ങളാണ് അവിടെ നിന്നും ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്ന് ഇനിയും കണക്കുകൾ പ്രകാരം ഇനി ഉച്ചയ്ക്ക് ശേഷവും ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഇനിയും അവിടെ നിന്ന് ആംബുലൻസുകൾ പുറപ്പെട്ടിട്ടുണ്ട് മൃതദേഹങ്ങളുമായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും മറ്റൊരു ദുരന്തത്തിൻ്റെ ഒരു പോയിന്റായി ഈ ഒരു മേഖല, ഈ ഒരു CHC മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഹാഷ്മി, 142 മേപ്പാടിയിൽ നിന്ന് അല്ലെങ്കിൽ മുണ്ടക്കയിൽ നിന്ന് ഇതുവരെ ഇവിടെ എത്തിച്ച മൃതദേഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഹാഷ്മി, മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകിയായിരുന്നു. മേപ്പാടി CHCയിലേക്കാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലും എത്തുന്നത് മേപ്പാടിയിലേക്ക് തന്നെയാണ്. മേപ്പാടി എത്തുമ്പോഴാണ് അവർക്ക് ഉറ്റവരെ കാണാനും തിരിച്ചറിയാനും ഒക്കെ സഹായകരമാവുക. മേപ്പാടിയിൽ നിലമ്പൂർ വരെ പോവുക എന്ന് പറയുന്ന, ഒന്നാമത് ഈ സമയത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത, എന്താ പറയുക, യാത്ര ദുർഘടമാവുന്ന സാഹചര്യമുണ്ട്, കാലാവസ്ഥ പ്രതികൂലമാവുന്ന സാഹചര്യമുണ്ട്. അതിലൊക്കെ ഉപരി വലിയ വേദനയിൽ, വ്യഥയിൽ അത്ര ദൂരം ആദ്യയോടെ സഞ്ചരിക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേ കൊണ്ടുവരിക എന്ന ചിലരുടെ 181 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. 166 മൃതദേഹങ്ങൾ ഇതിനോടകം ബന്ധുക്കൾ കൈമാറി എന്നാണ് പറയുന്നത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കും എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വയനാട്ടിലെ ശ്മശാനങ്ങൾ സംസ്കരിക്കാനാണ് അതിൽ തീരുമാനം. സംസ്കാര നടപടികളിലേക്കൊക്കെ കാര്യമായി തന്നെ കടക്കുന്നുണ്ട്. 91 ക്യാമ്പുകളിലായി കഴിയുന്നത് 9328 പേരാണ്. 86 പേർ ചികിത്സയിലുണ്ട്. കുറച്ച് പേർ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞപ്പോൾ 176 പേർ ആശുപത്രി വിടുകയും ചെയ്തു. നേരത്തെ ക്യാമ്പുകളുടെ കാര്യം പറഞ്ഞു. നേരത്തെ വായിച്ച വയനാടൻ ഫ്ലഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന് ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. കൽപ്പറ്റ സെൻറ് ജോസഫ് കോൺവെന്റ് സ്കൂൾ കളക്ഷൻ പോയിന്റിൽ സ്വെറ്റേഴ്സിന് നല്ല ഷോർട്ടേജ് ഉണ്ട്. ഓരോ ക്യാമ്പിൽ നിന്നും 100-200 റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സൈസിലുമുള്ള സ്വെറ്റേഴ്സ് ആവശ്യമുണ്ട്. കൽപ്പറ്റയിലുള്ള സെൻറ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ പ്രവർത്തിക്കുന്ന കളക്ഷൻ പോയിന്റാണ് ഈ സ്വെറ്റേഴ്സിൻ്റെ ആവശ്യം. ഇത് കൊടുക്കാൻ പറ്റുന്നവർ 9207429767 9207429767 എന്ന നമ്പറിൽ വിളിക്കുക. സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക. ആ മേഖലയിലുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് കരുതി വായിക്കുന്നതാണ്. വയനാട് ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ 16 പേരെ നഷ്ടമായ വേദനയിലാണ് ഈ മുണ്ടക്കൈ സ്വദേശി സാഹിർ എടത്തൊടി. ഈ കാണുന്ന ദൃശ്യങ്ങൾ ദുരന്ത മേഖലയിൽ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഈ JCBയുടെ ബക്കറ്റ് സീറ്റിലിരുത്തി കൊണ്ടുപോകുന്നതാണ്. JCBക്ക് അങ്ങനെയും ഒരു ഗുണമുണ്ട്. നമ്മൾ നേരത്തെ പുഴയിൽ നടത്തിയ തെരച്ചിലിൽ ഇങ്ങേക്കരയിൽ നിന്ന് അങ്ങേക്കരയിലേക്ക് ഈ JCBയുടെ ബക്കറ്റ് സീറ്റിൽ രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. ഇന്നിപ്പോൾ വളരെ കാര്യക്ഷമമായ രീതിയിൽ എല്ലായിടങ്ങളിലും എത്തുന്ന മട്ടിലുള്ള രക്ഷാദൗത്യം കുറച്ചുകൂടി വിസിബിളായി, കുറച്ചുകൂടി എവിഡൻ്റായി നടക്കുകയാണ് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ. നേരത്തെ ഇനിയും രക്ഷാദൗത്യ പ്രവർത്തകർ എത്താത്ത ചില പ്രദേശങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ലയങ്ങളിരുന്ന പ്രദേശങ്ങൾ, രാവിലെ ഷെഫീദ് പോയി വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്ത ലയങ്ങളിരുന്ന പ്രദേശങ്ങൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങോട്ടേക്കൊക്കെ വിശദമായി തന്നെ രക്ഷാപ്രവർത്തകർ എത്തുകയാണ്. വളരെ വിശദമായി തന്നെ ഇന്നിപ്പോൾ ആവശ്യത്തിന് JCBകൾ ഇഷ്ടംപോലെയുണ്ട്. നേരത്തെ 2 JCBകൾ വെച്ചാണ് പ്രവർത്തിച്ചതെങ്കിൽ ആവശ്യത്തിന് JCBകളൊക്കെ ഇഷ്ടംപോലെ ഇന്ന് മുണ്ടക്കൈക്കകത്തെ മേഖലകളിലുണ്ട്. 25 ആംബുലൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തുണ്ട്. അതുകൊണ്ട്
യന്ത്ര സംവിധാനങ്ങൾ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന കാര്യക്ഷമത ഇന്ന് കൈവരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ഒരുപക്ഷെ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഇന്ന് കിട്ടുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടുന്നത്.